ശിശുക്ഷേമ സമിതിയിലെ രാഷ്ട്രീയ നിയമനങ്ങളിൽ പലതും വേണ്ടത്ര പരിശോധനകളില്ലാതെ CWC അംഗങ്ങളായിട്ടുള്ളത് കൊലപാതക കുറ്റം മുതൽ ദളിത് പീഡനത്തിൽ വരെ പ്രതികളായുള്ളവർ. കുട്ടികളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നവരെ മാത്രമേ ശിശുക്ഷേമ സമിതി അംഗങ്ങളായി നിയമിക്കാവൂ എന്ന ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് CWC അംഗങ്ങളുടെ പശ്ചാത്തലവും ചർച്ചയാവുന്നത്. ശിശുക്ഷേമ സമിതിയിൽ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിലാണ് സമിതിയിലെ അംഗങ്ങളുടെ പശ്ചാത്തലം കൂടി ചർച്ചയാകുന്നത്. ഇതുവരെ CWCയിൽ അംഗങ്ങളായി ചുമതലയിരുന്നവരിൽ പലരും ഗുരുതര കുറ്റകൃത്യങ്ങൾ പ്രതിയായതെന്നാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. പത്തനംതിട്ട CWCയിൽ അംഗമായിരുന്ന അഡ്വക്കേറ്റ് കാർത്തിക കൊലപാതക കേസിലെ 4ാം പ്രതിയാണ്. ഭർത്താവുമായി ചേർന്ന് 6 വയസ്സുകാരനെ കൊല്ലാൻ ശ്രമിച്ചു എന്നതാണ് കേസ്. പത്തനംതിട്ടയിലെ നിലവിലെ CWC അംഗം N രാജീവും കേസിലെ പ്രതിയാണ്. SC/ST ആക്ട് പ്രകാരം തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ 1ാം പ്രതിയാണ് ഇയാൾ. ഇത്ര ഗുരുതരമായ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടും ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പാലക്കാട് ശിശുക്ഷേമ സമിതി അംഗം N രാജേഷ് വാളയാർ പെൺകുട്ടികളുടെ പ്രതിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് വിവാദമായിരുന്നു. കഴിഞ്ഞ മാസമാണ് തിരുവനന്തപുരം CWCയിൽ 2 വയസ്സുകാരിക്ക് നേരെ അക്രമമുണ്ടാകുന്നത്. CWCയിൽ നടക്കുന്ന ഒട്ടുമിക്ക നിയമനങ്ങളും രാഷ്ട്രീയമാണ്. കുട്ടികളെ പരിപാലിക്കുന്നവരെ നിയമിക്കുമ്പോൾ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. കൊല്ലം CWCയിൽ പരിചയസമ്പത്തില്ലാത്ത ആളെ നിയമിച്ചത് വിവാദമായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിയമനങ്ങൾ ചർച്ചയാകുന്നത്. ജനം, തിരുവനന്തപുരം.